വിധത്തിൽ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അത് വേദനകളായിട്ടാകാം, സന്തോഷങ്ങളായിട്ടാകാം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദാരിദ്ര്യം തന്നു. ഇതെല്ലാം പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്നത് പരീക്ഷണങ്ങളായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സുഖങ്ങൾ തരുന്നുണ്ടെങ്കിലും, ഒരുപാട് സന്തോഷങ്ങൾ തരുന്നുണ്ടെങ്കിലും, ഒരുപാട് മുറിവുകളും വേദനകളും പടച്ച റബ്ബേ ജീവിതത്തിൽ പ്രയാസങ്ങൾ തരുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവേ, നീ ഞങ്ങളെ എല്ലാവരെയും നിന്റെ പരീക്ഷണങ്ങളിൽ വിജയിപ്പിക്കണേ റഹ്മാനേ. നമുക്ക് മുമ്പിൽ കാണുന്ന എല്ലാ വേദനകളുണ്ടല്ലോ പടച്ച റബ്ബേ, പ്രകൃതി ദുരന്തങ്ങളുണ്ടല്ലോ, മാറാവ്യാധി രോഗങ്ങളുണ്ടല്ലോ, നമുക്ക് മുമ്പിൽ കാണുന്ന എല്ലാവിധ രോഗങ്ങളും എല്ലാവിധ വേദനകളും എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ പ്രലോഭങ്ങളും പകർച്ചവ്യാധികളും എല്ലാം അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ ഓരോ വിശ്വാസികളും അവിടെ നിന്ന് മനസ്സ് വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതികളിൽ പരീക്ഷിക്കും അല്ലേ. സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്, ആ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്നിട്ട് ആ സമ്പത്ത് നീ എന്തിനെല്ലാം ചെലവഴിച്ചു, നീ എന്തിനെല്ലാമാണ് അതിനെ ചെലവഴിച്ചത്? പാപങ്ങൾ നിന്റെ മുമ്പിൽ വന്നിട്ട് കൈനീട്ടുമ്പോൾ നീ കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പാപങ്ങളെ കണ്ടറിഞ്ഞിട്ട് നീ കൊടുക്കുന്നുണ്ടോ? ഈ സമ്പത്തെല്ലാം തന്നിട്ടും നീ എങ്ങനെയാണ് എന്നെ ഓർക്കുന്നത് എന്ന് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയിട്ടാണ് പാപപ്പെട്ടവനാക്കിയത്? പരീക്ഷണമാണത്. സമ്പത്തില്ല, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത്. അതും അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണമാണ്. എന്താണ് ആ പരീക്ഷണം? എന്താണ് ആ പരീക്ഷണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രയാസങ്ങൾ തരുമ്പോൾ ആ പ്രയാസത്തിൽ പോലും നീ അല്ലാഹുവിനെ മറക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ പരീക്ഷിക്കുകയാണ്. നിനക്ക് കടം തരുന്നത്, രോഗം തരുന്നത്, വിഷമങ്ങൾ തരുന്നത്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളാണ്. മാത്രമല്ല, നിന്റെ നാടുകളിൽ ഏറ്റവും വലിയ പ്രലോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, നിന്റെ കുടുംബത്തിലുള്ളവർ മരണപ്പെടുമ്പോൾ, അപകടങ്ങൾ സംഭവിക്കുന്നത്, ക്യാൻസർ പോലുള്ള മാറാവ്യാധി രോഗങ്ങൾ വരുന്നത്, ഇതെല്ലാം പരീക്ഷണമാണ്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ വേദനകളിൽ, പ്രയാസങ്ങളിൽ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള ഈ പ്രയാസങ്ങളിൽ നീ അല്ലാഹുവിനെ എത്രത്തോളം ഓർക്കുന്നുണ്ട് എന്ന് നീ എന്ന് മനസ്സിലാക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പരീക്ഷണം. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി അങ്ങനെ പ്രയാസം അനുഭവിച്ച്, വേദനകൾ അനുഭവിച്ച്, വല്ലാതെ പ്രയാസപ്പെട്ട് ദുനിയാവിൻ്റെ തൊലിക്കുമുകളിൽ എല്ലാവിധ ദുരന്തങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോയ ഒരാൾ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷിയെ കൊണ്ടുവരികയാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പടച്ച തമ്പുരാന് വേണ്ടിയിട്ട്, അല്ലാഹുവേ ദീനിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത, പരിശുദ്ധമായ ദീനിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്ത ഒരു മനുഷ്യനെ രക്തസാക്ഷി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. ഹിസാബിന് വേണ്ടി അവനെങ്ങനെ നിർത്തിയിരിക്കുകയാണ് പരിശുദ്ധമായ മഅ്ശറയില്. പിന്നെ യഥാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ധർമ്മം ചെയ്തവനെ അല്ലാഹു തആല കൊണ്ടുവരികയാണ്.
ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത, നന്മകൾ ചെയ്ത മനുഷ്യനെ കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ ഹിസാബിന് വേണ്ടിയിട്ട് അവൻ എങ്ങനെ നിർത്തപ്പെടുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അവനെയും ഒരു ഭാഗത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഈ ലോകത്ത് പടച്ചു തമ്പുരാന് വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ യുദ്ധം ചെയ്ത മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവനെയും ഹിസാബിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നീട് പടച്ചു തമ്പുരാന് പരീക്ഷിക്കപ്പെട്ട, ദുനിയാവിന് വേദനകൾ കൊടുത്ത, ദുനിയാവിന് രോഗങ്ങൾ കൊടുത്ത, ക്യാൻസർ കൊണ്ട് പരീക്ഷിച്ച, കടം കൊണ്ട് പരീക്ഷിച്ച, കുടുംബങ്ങളെല്ലാം പെട്ടെന്ന് പെടുന്നനെ മരണപ്പെട്ടുകൊണ്ട് പരീക്ഷിച്ച വേദനകൾ, പ്രതിസന്ധികൾ, ദുനിയാവിൽ ജീവിച്ചത് മുതൽ ഉസ്താദേ വല്ലാത്ത പ്രയാസമാണെന്ന് പറയുന്നവരുണ്ടല്ലോ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കപ്പെട്ട ആളുകളെ കൊണ്ടുവരികയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടിയിട്ട് മീസാനിനെ സ്ഥാപിക്കപ്പെടുകയോ ഏടിനെ പരത്തിപ്പെടുകയോ ചെയ്യുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് ത്രാസില്ല, അവർക്ക് വേണ്ടിയിട്ട് ഏടുകളില്ല, അവർക്ക് വേണ്ടിയിട്ട് പടച്ചുറപ്പേ ഏടുകൾ വലതിലോ ഇടതിലോ കൊടുക്കുന്നില്ല. മറ്റ് രണ്ടാളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണത്? യുദ്ധത്തെ ചെയ്ത ആള്, പടച്ച തമ്പുരാന് ദുനിയാവിൽ വെച്ച് യുദ്ധം ചെയ്ത ആള്. രണ്ടാമത്തേത് ആരാണ്? രണ്ടാമത്തെ ആളാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒരുപാട് ധർമ്മങ്ങൾ, ഒരുപാട് ഇബാദത്ത് ചെയ്ത മനുഷ്യൻ. മൂന്നാമത് കൊണ്ടുവന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മനുഷ്യൻ. ഈ മനുഷ്യന് ഹിസാബില്ല, ഈ മനുഷ്യന്റെ ഏടുകൾ കാണുന്നില്ല, മീസാൻ അവിടുന്ന് നാട്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പ്രതിഫലം ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ, മഅശറയിലുള്ള പരീക്ഷിക്കപ്പെടാത്ത ദുനിയാവിൽ ഒരുപാട് സുഖങ്ങൾ കൊടുത്ത ആളുകളുണ്ടല്ലോ. നല്ല വാഹനങ്ങൾ കൊടുത്തു പടച്ച റബ്ബേ, നല്ല വീട് കൊടുത്തു, നല്ല സമ്പത്ത് കൊടുത്തു, ദുനിയാവിൽ നല്ല സൗഖ്യങ്ങൾ കൊടുത്ത, ദുനിയാവിൽ നല്ല സന്തോഷങ്ങൾ കൊടുത്ത ആളുകൾ, ദുനിയാവിൽ വലിയ സൗഭാഗ്യങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ആളുകൾ, അവരിതിങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ പടച്ച റബ്ബേ അവിടെ നിന്ന് ആഗ്രഹിച്ചു പോകുമത്രേ. അല്ലാഹുവേ, ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് തന്നിരുന്നെങ്കിൽ, ദുനിയാവിൽ വെച്ചിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്ക് തന്നിരുന്നെങ്കിൽ, മാരക രോഗങ്ങൾ തന്നിരുന്നെങ്കിൽ, ഒരുപാട് വേദനകൾ തന്നിരുന്നെങ്കിൽ, ഒരുപാട് കടങ്ങൾ തന്നിരുന്നെങ്കിൽ, ഒരുപാട് ഷർറുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരുന്നെങ്കിൽ, പരീക്ഷണങ്ങൾ തന്നിരുന്നെങ്കിലെന്ന് പരീക്ഷണങ്ങൾ തൊട്ട് തീണ്ടാത്ത മനുഷ്യൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. മറ്റുള്ള ആളുകൾ പറയത്തര, പടച്ചോനെ ഒരു കത്തിയെങ്കിലും എൻ്റെ ശരീരത്തിൽ തട്ടിയിരുന്നെങ്കിൽ, ഒരു കത്തിയെങ്കിലും എൻ്റെ ശരീരത്തിൽ തട്ടിയിട്ട് മുറിവായിരുന്നെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ അതിനെങ്കിലും എനിക്കൊരു പ്രതിഫലം വാങ്ങാമായിരുന്നല്ലോ എന്ന് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാത്ത മനുഷ്യൻ, എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ദുനിയാവിൽ തരും, അതുകൊണ്ട് വിഷമിക്കണ്ട. പടച്ച തമ്പുരാനും പഴിക്കരുത്, കുറ്റം പറയരുത്. എന്താ റബ്ബ് എന്നെ കാണാത്തത് ചോദിക്കാറില്ലേ? എന്താ എൻ്റെ പ്രാർത്ഥന അല്ലാഹു കേൾക്കാത്തത് നമ്മൾ ചിന്തിക്കാറുണ്ട്. പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കും, നമ്മളങ്ങനെ പറയും അല്ലേ? നമുക്ക് ആ ഒരു വേദന ഉണ്ടാകും. എന്തേ റബ്ബേ എനിക്ക് മാത്രം ഇങ്ങനെ
എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നത് കണ്ടോ? എൻ്റെ അപ്പുറത്ത് കണ്ടോ? എൻ്റെ അയൽവാസി കണ്ടോ? എനിക്ക് നല്ല സുഖാണല്ലോ, നല്ല സമ്പത്തുണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്. എന്താ പഠിച്ചോനെ എന്നെ മാത്രം ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് സ്വന്തം നമ്മുടെ നഫ്സിനോട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ പടച്ച റബ്ബിനെ കുറ്റപ്പെടുത്താറുണ്ട്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊടുത്തവന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല നീട്ടിവെക്കുന്ന നന്മകളെ എങ്ങാനും അവൻ അറിഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, പിന്നീട് ഒരിക്കലും തന്നെ അല്ലാഹുവേ പടച്ച റബ്ബേ നാളെ പരലോകത്ത് വെച്ചിട്ട് പരീക്ഷണങ്ങൾ അറിയാത്ത, വേദനകൾ അറിയാത്ത, ഒരുപാട് സമ്പത്തുകളെ കൊണ്ടുമെല്ലാം അല്ലാഹു തആല ദുനിയാവിൽ അല്ലാഹു അനുഗ്രഹിച്ച മനുഷ്യൻ അവിടുന്ന് ആഗ്രഹിച്ചു പോകുമത്രേ. അല്ലാഹുവേ എനിക്കും ദുനിയാവിൽ വെച്ചൊരുപാട് വേദനകൾ നീ തന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് രക്ഷപ്പെടാമായിരുന്നു റബ്ബേ. എനിക്കും മീസാന് നാട്ടപ്പെടാതെ ഏടുകളില്ലാതെ എനിക്കും നിന്റെ പരിശുദ്ധമായ സ്വർഗലോകത്തേക്ക് കടന്നു വരാമായിരുന്നല്ലോ അല്ലാ എന്നവിടുന്ന് ഓരോ മനുഷ്യനും അവിടുന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹു തആല തരുന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ പതറണ്ട. ഇതിന് അൽഹംദുലില്ലാഹ് നമ്മൾ ശുക്ർ ചെയ്യണം അല്ലേ? അല്ലാഹു തആല തരുന്ന പരീക്ഷണങ്ങളിൽ ആ പടച്ച തമ്പുരാനോട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു തആല തരുന്ന ഒരുപാട് സൗഖ്യങ്ങളിൽ ആ സൗഖ്യങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹു തരുന്ന പരീക്ഷണങ്ങളിൽ അവിടുന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ക്ഷമിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ സന്തോഷങ്ങളിലും അവിടുന്ന് പടച്ച തമ്പുരാന് ശുക്ർ ചെയ്യാനുമുള്ള മനസ്സ് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണം. അല്ലാഹു തആല ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സിൽ പടച്ച തമ്പുരാൻ നമ്മോട് ചില കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളാണ്, വേദനകളാണ്, കുടുംബത്തിൽ ബറക്കത്തില്ല അല്ലേ, മക്കളിൽ ബറക്കത്തില്ല, സമ്പത്തിൽ ബറക്കത്തില്ല, ഉസ്താദ് ദുആ ചെയ്യണം, എല്ലാം പ്രയാസങ്ങളായി മാറണം. ഇങ്ങനെയൊക്കെ നമ്മൾ പല ആളുകളും പല രീതികളിൽ പരാതി പറയാറുണ്ട്, വിഷമങ്ങൾ പറയാറുണ്ട്. അതിനുള്ള പരിഹാരമാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്. ജോലിയിൽ ബറക്കത്ത് വേണം, ജോലിയിൽ സമ്പത്തിൽ ബറക്കത്ത് വേണം, മക്കളിൽ ബറക്കത്ത് വേണം. ഇത് ആഗ്രഹിക്കാത്തവരാരാണ്? ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ ഒരിക്കൽ ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഹബീബേ, എനിക്ക് വേണ്ടിയിട്ടൊന്ന് ദുആ ചെയ്യുമോ നബിയേ? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ബർക്കത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നബിയേ. എൻ്റെ കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, വേദനകളാണ്, പ്രയാസങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, കുടുംബത്തിൽ ബർക്കത്തില്ല, ഉസ്താദ് ദുആ ചെയ്യണം പറയാറുണ്ട്. കുടുംബത്തിൽ പ്രയാസങ്ങളാണ്, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറയാറുണ്ടല്ലോ. ഇതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഐന അൻത മിൻ ആയത്തുൽ കുർസി, നിനക്ക് ആയത്തുൽ കുർസി അറിയില്ലയോ മോനെ? ആ
ആയത്തുൽ കുർസി നീ നിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ആ പരിശുദ്ധമായ ആയത്തിനെ നീ ഒന്ന് പാരായണം ചെയ്തോ, നിന്റെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുന്നതാണ്. നിന്റെ കുടുംബത്തിൽ അല്ലാഹു തആല ബറക്കത്ത് തരും. നമ്മളെ വീട്ടിലേക്ക് കയറുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അല്ലാഹുവിന്റെ പവിത്രമായ മലക്കുകളുടെ പ്രാർത്ഥന നിനക്കുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് മാത്രമല്ല, നിന്റെ വീട്ടിൽ നീ അത് പതിവാക്കി കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ മാത്രമല്ല നിന്റെ കുടുംബത്തിന് അതുണ്ടാകും. നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ മക്കൾക്ക് എല്ലാം ഉണ്ടാകും. ഭക്ഷണത്തിന് വിശാലത വേണോ? പ്രശ്നെ നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ കയറി വന്നു, നമുക്ക് പേടിയാണ്. പ്രശ്നെ നമുക്ക് പേടിയാണ്, ഉണ്ടാക്കിയ ഭക്ഷണം തികയില്ല എന്ന് പേടിച്ചു പോയി. ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാൽ അതിൽ നിനക്ക് അല്ലാഹു തആല ബറക്കത്ത് നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് അല്ലാഹു ആ ഒരു ഭക്ഷണത്തിൽ, നിന്റെ ഭക്ഷണത്തിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകും. നമ്മളെല്ലാവരും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് ആ ഭക്ഷണം ഇങ്ങനെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചിട്ട് ഒരായത്തുൽ കുർസി നമുക്ക് ഓതാൻ കഴിയുമെങ്കിൽ, വീട്ടിനകത്ത് നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും ബാപ്പയും ഉമ്മയും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതിങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആയത്തുൽ കുർസി നമുക്ക് ഓതാൻ കഴിയണം. ആ പരിശുദ്ധമായ ആയത്ത് നമ്മൾ പാരായണം ചെയ്താൽ, എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഭക്ഷണത്തിലും അല്ലാഹു തആല വിശാലത നൽകും, ബറക്കത്ത് നൽകും. അവിടെ പിന്നെ പിശാചിന്റെ ശല്യങ്ങളില്ല. അവിടെ നിന്ന് പിന്നെ പിശാചിന്റെ ദുർബോധനങ്ങൾ നമ്മുടെ മക്കളെ പിടിപെടൂല. നമ്മൾ എപ്പോഴും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന കാര്യമാണ്, ഉസ്താദേ എൻ്റെ മകന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അവരുടെ മനസ്സ് നന്നാകാൻ, അവരുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ നല്ലതായിട്ട് കാണാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ അല്ലേ. എല്ലാത്തിനും പരിഹാരം പരിശുദ്ധമായ ആയത്തുൽ കുർസി. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാക്കാൻ പരിശുദ്ധമായ ആയത്തുൽ കുർസി ഏറ്റവും വലിയ മരുന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരാൾ വന്നുകൊണ്ട് പറയാണ്, ഉപകാരപ്രദമായ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അയൽവാസികൾക്കും, എനിക്കെന്ന് മാത്രമല്ല കുടുംബത്തിന് വേണം, അയൽവാസികൾക്ക് വേണം, എൻ്റെ കൂട്ടുകാർക്ക് വേണം നബിയേ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം നീ എനിക്ക് പറഞ്ഞു തരുവോ നബിയേ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുവോ? ഇന്നിവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, ഇഖ്റ ആയത്തുൽ കുർസി, ഏ സ്വഹാബ, നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തു കൊള്ളുക. പരിശുദ്ധമായ ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്യണേ. ഫഇന്നഹു യഹ്ഫിദുക, അത് നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. വദുരിയതക, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ വീട്ടിലുള്ളവരെ അത് സംരക്ഷിക്കുന്നതാണ്. വയഹ്ഫിദു ദാരക, നിങ്ങളുടെ വീടിനെയും അത് സംരക്ഷിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ അയൽവാസികളെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ വീടുകളെ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ വീടുകളെ, കുടുംബത്തെയും നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും നിങ്ങൾ കയറുമ്പോൾ പരിശുദ്ധമായ ആയത്തുൽ കുർസി നിങ്ങൾ പാരായണം ചെയ്താൽ അത് നിങ്ങൾ
നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കും, നിങ്ങളുടെ അയൽപക്കത്തെ സഹായിക്കും. എല്ലാവർക്കും അത് രക്ഷയാണ്, സംരക്ഷണമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കും വേണ്ടത് അത് തന്നെയാണ്. കുടുംബത്തിലെ ബർക്കത്ത്, സമാധാനം, വേദനകളില്ലാത്ത ജീവിതം, പരീക്ഷണങ്ങളില്ലാത്ത ജീവിതം, അല്ലാഹുവേ രോഗങ്ങളില്ലാത്ത ജീവിതം, കുടുംബത്തിലെ റബ്ബേ സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. എല്ലാവിധ വേദനകളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അല്ലാഹു നല്ല ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ആയത്തുൽ കുർസിയെ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വേദനകളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിനകത്ത് പ്രയാസങ്ങൾ മാറാനുള്ള ഒരു കാരണം, അല്ലേ? നമ്മുടെ വീട്ടിലെന്ന് മാത്രമല്ല, നിങ്ങളുടെ അയൽപക്കത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ വിപത്തുകളിൽ നിന്നുമുള്ളൊരു പരിചയം ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, തൗബ സൂറത്തിലെ അവസാനത്തെ ആയത്തുകൾ, 2 ആയത്തുകൾ, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാണ്, ആ പരിശുദ്ധമായ ആയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കത് പരിചയാണ്, വേദനകൾക്ക് പരിചയാണ്, പ്രയാസങ്ങൾക്ക് പരിചയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്നത് കാണാം, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ, പരിശുദ്ധമായ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളുണ്ടല്ലോ, ആ ആയത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ കഫത, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അവനെ രാത്രി പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിൽ അന്നത്തെ രാത്രിയിലുള്ള എന്തെല്ലാം വിപത്തുകളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ശർറുകൾ അല്ലാഹു ആ രാത്രിയിൽ ഇറക്കുന്നുണ്ടോ, ആ ശർറുകളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാത്തുരക്ഷിക്കുന്നതാണ്. വേദനകളില്ലാത്ത രാത്രികൾ, വേദനകളില്ലാത്ത സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ നമുക്ക് കാണുമല്ലോ, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒരു മജ്ലിസിൽ, ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത് അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇരിക്കുകയാണ്. പടച്ച റബ്ബേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ഇരുന്നിട്ട് രണ്ടുപേരും മുത്തുനബിയും ജിബ്രീലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആകാശ ലോകത്ത് നിന്നതാ വല്ലാത്തൊരു ശബ്ദം, ഒരു ഘോരമായ ശബ്ദം ഇങ്ങനെ പുറപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ
ശബ്ദം എന്താണെന്നറിയുവോ നബിയെ? എന്താണ് ആ ശബ്ദമെന്ന് നിങ്ങൾക്കറിയുവോ നബിയെ? റസൂലുള്ള പറഞ്ഞു, എനിക്കറിയില്ലല്ലോ ജിബ്രീലെ. അതാ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. യാ റസൂലല്ലാഹ്, എന്താണ് ആ ശബ്ദമെന്നറിയോ? ആകാശത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള കവാടമുണ്ട് നബിയെ. ആ കവാടം അവിടുന്ന് തുറക്കപ്പെടുകയാണ് നബിയെ. ആ കവാടം തുറക്കപ്പെട്ടു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അതാ ഒരു മലക്ക ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു മാറ്റിക്കൊണ്ട് കടന്നു വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നുണ്ട്, നബിയെ, ഈ വരുന്ന മലക്കുണ്ടല്ലോ, ഇന്നേ വരെ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല നബിയെ. ആ വാതിൽ ആദ്യമായിട്ടാണ് നബിയെ തുറക്കപ്പെടുന്നത്. ഇന്നേ വരെ തുറക്കപ്പെടാത്ത കവാടമാണ് നബിയെ അത്. പടച്ചുറപ്പെ, അങ്ങനത്തെ കവാടം തുറന്നുകൊണ്ടൊരു മലക്കഥാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടെ നിന്ന് സലാം പറയുകയാണ്. അവിടെ നിന്ന് സലാം പറഞ്ഞു. ഈ മലക്ക് നേരെ കടന്നു വരികയാണോ? പടച്ചുറപ്പെ, അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, പടച്ചുറപ്പേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, നബിയേ, നിങ്ങളും നിങ്ങളുടെ ഉമ്മത്തീങ്ങളും രണ്ട് കാര്യങ്ങളെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് നബിയേ. നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ സന്തോഷം തന്നിരിക്കുകയാണ് നബിയെ. അത് രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് നബിയെ. ഒരു പ്രവാചകനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്തതായിട്ടുള്ള വലിയ സന്തോഷത്തിന്റെ കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഒന്ന് പറയുവോ എന്താണ് ആ കാര്യമെന്ന്? രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും എൻ്റെ പ്രിയമുള്ളവരെ തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നാമതായിട്ട് പറയുന്നു, ഫാത്തിഹത്തുൽ കിതാബ്. ഒന്നാമത്തത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തത് സൂറത്തുൽ ബഖറ. ആ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് കടന്നു വന്ന മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ നിന്ന് പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, ഈ രണ്ട് കാര്യവും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹിക്ക് വരെ വലിയ സന്തോഷമായിട്ടുണ്ടത്, സമാധാനമായിട്ടുണ്ടത്, സ്വാന്തനമായിട്ടുണ്ടത്. റസൂലുള്ള അതല്ലേ എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളത്. എല്ലാവിധ പ്രയാസങ്ങൾക്കും നമുക്ക് കാവലാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഈ സൂറത്തുകളെ എന്ന് പറയുന്നത്. അല്ലാഹുവേ, പടച്ചുറപ്പേ, നമ്മൾ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ, അല്ലാഹുവേ, സൂറത്തുൽ ഫാത്തിഹ നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്നവരാണല്ലോ. പരിശുദ്ധമായ നമസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ്. ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും എൻ്റെ പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് നമ്മൾ ആയത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ആയത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിനോട് കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വിശ്വസിച്ച ആളുകൾക്കും അല്ലാഹു ഗുണം ചെയ്യുന്നതാണ്.
ഈ ലോകത്ത് വിശ്വസിക്കാത്ത ആളുകൾക്കും അല്ലാഹു ഗുണം ചെയ്യുന്ന അല്ലാഹു, പരലോകത്ത് വിശ്വസിച്ചവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന, പരലോകത്ത് ഗുണം ചെയ്യുന്ന അല്ലാഹു. അങ്ങനത്തെ രണ്ട് നാമങ്ങളെ കൊണ്ടാണ് റഹ്മാനും റഹീമും. അല്ലാഹുവേ, റഹ്മാനും റഹീമിനെയും നമ്മൾ അല്ലാഹുവേ നിന്നെ വിളിച്ചുകൊണ്ട് തുടങ്ങാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അത് എങ്ങനത്തെ റബ്ബാണെന്നറിയോ? റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളയാണ്. ഈ അഖില ലോക ബ്രഹ്മാണ്ട ഘടാകങ്ങൾ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളയാണ്. അർ-റഹ്മാനിർ റഹീം, കാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല. മാലികി യൗമിദ്ദീൻ, അന്ത്യനാൾ, ആ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. ഏതാണ് ആ പ്രതിഫല ദിവസം? ഖിയാമത്ത് നാൾ. അന്നാരാ സംസാരിക്കുന്നത്? അള്ളയാണ്. അന്നാരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകപ്പെടുന്നത്? ആരാണ്? അന്ന് എല്ലാവരുടെ നാക്കും കെട്ടപ്പെട്ട ദിവസമാണ്. അന്ന് പറയുന്നത് വിധികർത്താവാണ്, അത് അള്ളയാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ അല്ലാഹ്. ഇങ്ങനത്തെ അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കുന്നുള്ളൂ അല്ലാഹ്. അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സഹായം ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ ചൊവ്വായ വഴിയിൽ, നേരായ വഴിയിൽ നീ ഞങ്ങളാക്കണേ അല്ലാഹ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, പടച്ചറബ്ബേ നീ അനുഗ്രഹിച്ചു പോയ ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലാഹ്, അവരുടെ വഴി നീ ഞങ്ങളെ ആക്കണേ അല്ലാഹ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവേ പടച്ചറബ്ബേ നിന്റെ കോപത്തിന് വിധേയരായ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്, അവരെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വലല്ലാലീൻ, പടച്ചോനെ വഴി പിഴച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്, അവരെ തൊട്ടും കാക്കണേ അല്ലാഹ്. എന്നിട്ടോ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിൽ നല്ല വഴിയിൽ നടക്കുന്നവരിൽ നീ ഞങ്ങളാക്കണേ അല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അവിടുന്ന് ദുആ ചെയ്യാറുണ്ട്. ഇതൊരു വല്ലാത്ത പ്രാർത്ഥനയാണല്ലോ അല്ലേ? ഫാത്തിഹ സൂറത്തിലുള്ളത് എന്താ? ഫാത്തിഹ സൂറത്തിൽ പ്രത്യേകമായിട്ടുള്ള എന്താ? പ്രാർത്ഥനയാണ്. നല്ല പ്രാർത്ഥന. പടച്ചു തമ്പുരാനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളെ വേദനകൾ അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് നന്മയുടെ പക്ഷത്തേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന വലിയ പ്രാർത്ഥനയാണ് ആയത്തിൽ പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ അല്ലേ? അതാണ് അവിടുന്ന് ആ മലക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞത്, നബിയെ നിങ്ങൾക്ക് ഒരു പ്രവാചകനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്ത വലിയ ഒരു പ്രാർത്ഥന, ഞാൻ വലിയ ഒരു സന്തോഷം, വലിയൊരു നന്മ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. ഇവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബിനോട് വന്ന് പറയുമ്പോൾ ഹബീബായ നബി തങ്ങളോട്, എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറയാണ്, ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല എത്രക്ക് സന്തോഷം, ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല ഇത്രത്തോളം നന്മ, ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല അല്ലേ? ആ രണ്ട് കാര്യമാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഒന്ന് സൂറത്തുൽ ബഖറയുണ്ട്, മറ്റൊന്ന് സൂറത്ത് ഫാത്തിഹത്തുൽ കിതാബ് അല്ലേ? അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ.